നമ്മൾ ഇന്നലെ മഞ്ഞളൊക്കെ നല്ല രീതിയിൽ കൈ സെറ്റാക്കി വന്നപ്പോൾ നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കത് പുഴുങ്ങാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് രാവിലെ നമുക്ക് പോയിട്ട് പുഴുങ്ങേണ്ട പരിപാടിയൊക്കെ തുടങ്ങാം. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്നൊക്കെ കാണാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വിറകൊക്കെ നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ വരുന്നതിന് മുന്നായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചില്ല. അപ്പോൾ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു വിറക് അടുക്കിയിട്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ വിറക് യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം ഒരേ വിറകൊന്നും അല്ല കേട്ടോ, എല്ലാ വിറകും മിക്സ്ഡ് ആണ് ഇതിൽ. കാരണം നമ്മുടെ പറമ്പിൽ നിന്ന് ഇപ്പോൾ മരങ്ങളൊക്കെ കൊതുന്ന സമയമാകുമ്പോൾ നമുക്ക് ഒരുപാട് വിറക് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല നല്ല വിറകുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കത്തുന്ന വിറകൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് വെള്ളം വാർന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് കിട്ടും. അങ്ങനെ ഇതിൽ കൊണ്ട് അടിച്ച് വയ്ക്കാറാണ്. പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വിറകെല്ലാം സെറ്റാക്കി നമുക്കിവിടെ അടുപ്പൊന്ന് സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തുമ്പ് വെച്ചിട്ട് ചെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഒന്ന് അടിച്ച് ഇടാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കല്ലൊക്കെ എടുത്തിട്ട് അടുപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് കാട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വേസ്റ്റ് ആയിട്ടുള്ള ഒരു തറയിൽ ഇരിക്കുന്ന സംഭവം തന്നെ ഷീറ്റ്. അപ്പോൾ അത് നമ്മളിവിടെ വെറുതെ ഇട്ട് കൊടുത്താണ്. അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു നമ്മൾ അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച സ്ഥലമൊക്കെ. നമുക്ക് കല്ലെടുത്തിട്ട് അടുപ്പ് കൂട്ടണം. എന്നാൽ ആ ഒരു പരിപാടി ഒന്ന് ചെയ്യാം. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തത് ആ ഒരു ഭാഗത്താണ് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മഞ്ഞൾ വേവിച്ചെടുക്കാനാണ്. പക്ഷേ മഞ്ഞൾ അവിടെ പുഴുങ്ങിക്കഴിഞ്ഞാൽ കാരണം നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ വെയിലിൻ്റെ ശക്തി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് വെയിലായിട്ട് അപ്പോൾ നമ്മളിത് ഒന്ന് പുഴുങ്ങി കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ തീ കത്തിക്കാനൊക്കെ ആയിട്ട് കുറച്ച് എല്ലാം അവിടെ നിൽക്കണം. അപ്പോഴത്തേനും മഞ്ഞൾ പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ കരിഞ്ഞോണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ സ്ഥലം ഒന്ന് മാറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ വിറക് കൂടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇവിടെ ആകുമ്പോൾ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള വെയിലൊന്നും അത്രയും എഫക്റ്റ് ചെയ്യില്ല. നന്നായിട്ട് വെയിലായി തുടങ്ങുന്നുണ്ട്. നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ആവിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. 3 കല്ലെടുക്കട്ടെ. ഗൈസ് നമ്മളെ മഞ്ഞൾ മുഴുങ്ങാനുള്ള നമ്മുടെ അടുപ്പ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോളോക്സിന്റെ കട്ട വെച്ചിട്ട് 3 എണ്ണം ഒരു നമ്മുടെ അടുപ്പിന്റെ ഒരു സെറ്റപ്പിൽ നമ്മൾ ആക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മഞ്ഞൾ പുഴുങ്ങാനുള്ള കലവും സെറ്റ് ആക്കിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ വർഷവും നമ്മൾ മഞ്ഞൾ പുഴുങ്ങാറുള്ള കല തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കളറൊന്നും കണ്ടിട്ട് ആരും ഇതാകണ്ട. കാരണം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ മഞ്ഞൾ പുഴുങ്ങാൻ പോലെ തന്നെ ഓരോന്നിനൊക്കെ ആയിട്ട് ഇങ്ങനെ
നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനത്തെ കുറച്ച് ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നൊരു കലമാണ്. അപ്പോൾ നല്ല കലമൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് കലത്തിൽ വെള്ളം പിടിക്കാൻ പോകുന്നത് നമുക്ക് തീ പിടിപ്പിക്കാണ്ട് ആ ഒരു പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ആദ്യം നന്നായിട്ട് ഉണങ്ങിയ ചകിരിയാണ്. അപ്പോൾ ചകിരിയൊക്കെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അന്തരീക്ഷമൊക്കെ നന്നായിട്ട് ചൂടായി തുടങ്ങി. അപ്പോൾ പെട്ടെന്നൊക്കെ തീ പിടിപ്പിച്ച് കിട്ടാൻ നമുക്ക് അടിപൊളിയാണ്. അപ്പോൾ ചകിരിയൊക്കെ ഞാൻ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വലിയ വലിയ വിറകൊക്കെ പിന്നെ വെക്കാം കേട്ടോ. അത് നമുക്ക് ഈ ഒരു അലകിൻ്റെ പീസുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ചിട്ട് നമുക്ക് തീ പിടിച്ചതിന് ശേഷം കുറച്ചായിട്ട് വെക്കാം. അത് കത്തി പിടിക്കട്ടെ ഒന്ന്. പാവ കുറച്ച് വിട്ട് തന്നെ തീ. ബാവയുടെ കസേര ഇവിടെ ഇട്. തീയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിപ്പിച്ചിട്ട് അപ്പോൾ തീ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് കത്തട്ടെ. അതിന് ശേഷം നമുക്ക് കലമൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കാം. ആവണിക്കൂടി സേഫ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വിട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് മിഠായി വേണം കേട്ടോ. നല്ല മിഠായി പൊടിച്ചെടുക്കട്ടെ. അത് കൂടി ചൂടായാമെന്നാണോ? ബാബ പിടിച്ചു. ബാബ എവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ നമ്മളെടുത്ത്. അപ്പം അത് കഴിച്ചോ, മിഠായി കഴിച്ചോ, പിടിച്ചോ. നല്ല ചൂടായിട്ടിട്ട് ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ കത്തി വിടുന്നതായാലും. കാരണം അന്തരീക്ഷമൊക്കെ നല്ല ഇത് തന്നെ ഒന്ന് ചൂടായി തുടങ്ങിയത്. നമ്മൾ രാവിലെയാണ് ഇപ്പോൾ കത്തിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കത്താൻ കുറച്ചുകൂടി ടൈം എടുക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ വന്ന ഒരു അവസ്ഥയ്ക്ക് നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ചുറ്റിലും നമ്മൾ നന്നായിട്ട് വിറകും കൂടി വെച്ച് കൊടുക്കുന്നത് നല്ല രീതിയിൽ കത്തി പിടിക്കട്ടെ. അതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് കത്തി കയറുമല്ലോ. അതേപോലെ തന്നെ നല്ല ചൂടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഏലത്തിൽ മൊത്തം നമ്മൾ നന്നായിട്ട് സ്പ്രിംഗ്ലർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ്ലറൊക്കെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കൂടി ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും. വലുതും ചെറുതും ഇങ്ങനെ മിക്സ് ആയിട്ടാണ് നമുക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ കത്തിയിട്ടുണ്ട്. ആ ഒരു വിറകിലേക്കൊക്കെ നല്ല കട്ടിയുള്ള വിറകും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ആ ഒരു കനമുള്ള വിറകിലേക്കൊക്കെ നല്ല കത്തി കയറിയിട്ടുണ്ട്. നമുക്ക് തീ കായാനൊക്കെ നല്ല രസമുണ്ട്. കാരണം നല്ല അടിപൊളിയായിട്ട് ചൂട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചൂട്ടിൽ ഇത് നമുക്ക് പോയിട്ട് മഞ്ഞളൊക്കെ ഒന്ന് എടുത്തിട്ട് തരാം. ഇന്നലെ കഴുകി വെച്ചിട്ടുള്ള മഞ്ഞൾ ഇവിടെ അടിപൊളിയായിട്ട് ചെളിയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് നേരെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോകാം. നോക്കി അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള മഞ്ഞളാട്ടോ എല്ലാം. അപ്പോൾ നമ്മുടെ മഞ്ഞൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇതാ പണിക്ക് പോയിരിക്കുവാണെങ്കിൽ അവൾക്ക് പിടിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആവണിക്കുട്ടിയുടെ പിണക്കം മാറ്റാൻ വേണ്ടത് നമുക്ക് ഒരു ബക്കറ്റ് കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ബക്കറ്റ് ഞാൻ എൻ്റെ ആവണിക്കുട്ടി കൂടി കൊണ്ടുപോവുകയാണ്. എന്താണ് കാണിച്ചു കൊടുത്തേ? കൈസിന് പറഞ്ഞു കൊടുത്തേ. ഇതെന്താ? മഞ്ഞൾ എന്ന് പറ. മഞ്ഞൾ. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നലെ പോയിട്ട് പറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മഞ്ഞൾ അല്ലേ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? തീ കത്തിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളിന്ന് കലമൊക്കെ വെച്ചിട്ടുണ്ട്. കലമൊക്കെ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്നാലും വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് ആ മഞ്ഞൾ നമുക്ക് ഇട്ട് കൊടുക്കണ്ടേ? കലത്തിലേക്ക് ഇടണ്ടേ? നമുക്ക് പിണങ്ങി പോയിരിക്കും കേട്ടോ. പിന്നെ ഒരു വഴിക്ക് പിടിച്ചു കൊണ്ടുവന്നു കേട്ടോ. കാരണം അല്ലാതെ എന്തെങ്കിലും കുറച്ച് നേരം കരഞ്ഞുകൊണ്ടിരിക്കട്ടോ. പിന്നെ അവൾക്ക് ഇങ്ങനത്തെ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടെ നമുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും അവള് കൊടുക്കുന്നതാണ്ടോ ഈ മഞ്ഞളെല്ലാം. അവള് ബാക്കി പണിക്ക് പോയിരിക്കണം. അപ്പം കൂടെ പോട്ടിട്ട് അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചേക്കും. ആ ഇപ്പൊ ഇപ്പിടുന്ന വെള്ളമൊക്കെ ഒഴിക്കണ്ടേ? ഇട് വാവീട് ഇട്. പുക വരുന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക്? ഐശ്വര്യമായിട്ട് നമ്മുടെ വാവേനെ കൊണ്ടിട്ട് നമ്മൾ മഞ്ഞൾ ഇടിപ്പിക്കുവാണ്. ഒന്ന് ഇട്ടു. ഞങ്ങൾ ബാക്കി ഇടട്ടെ. എല്ലാവരും പെറുക്കി ഇടുന്ന തോന്നുന്നത്. തീ നോക്കണം കേട്ടോ. ഇട് ഇട്ടു. നമുക്ക് ഇടാട്ടോ വാവേ. വാവയുടെ പെറുക്കിട്. ഇപ്പൊ വാവേനെ കൊണ്ട് ഇടിപ്പിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇട്ടത് ഫുള്ള് നമ്മൾ തിരിച്ച് വീണ്ടും ഇതിലേക്ക് ഇടേണ്ടി വരും. എന്നിട്ട് വീണ്ടും കളത്തിലേക്ക് കൊട്ടേണ്ട അവസ്ഥ. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂട്ടിയാണ് ഇട്ടു. ഇനി ബാക്കിയിടാം. നമുക്ക് ബാക്കിയിടാം. അപ്പൊ നമ്മുടെ ബക്കറ്റിലുള്ളത് നമ്മൾ കൊട്ടിട്ടോ. ഇതാ കൊട്ടയിലുള്ളത് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ
പുറത്ത് പോകാതെ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് ഇടുന്നത്. എന്നാലും 1-2 പോകുന്നുണ്ട്, നമുക്ക് കഴുകി പെറുക്കിയില്ല. ആ വാവ വായോ വാ സ്വത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ എടുത്തു തരാം, ഇതൊക്കെ ഇട്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ അവനിക്കുട്ടിക്ക് നല്ല സന്തോഷം കേട്ടോ. ചിരിച്ചുകൊണ്ടാട്ടോ വന്ന് കൂടെ നിൽക്കുന്നത്. നമ്മുടെ ബക്കറ്റിൽ നമ്മൾ കുറച്ച് വാരി വെച്ചിട്ട് അതിലാണ് പിന്നെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൊട്ടയിൽ വാരി വെച്ചതിൽ ഒട്ടും വെള്ളമായിട്ട്, കാരണം ഈ ഗ്യാപ്പിൽ കൂടി വെള്ളമൊക്കെ വാർന്നു പോയിട്ട് നമ്മൾ മാത്രമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. കുറേ നേരം നമ്മുടെ കൂടെ മഞ്ഞളൊക്കെ ഇട്ട് സഹായിക്കാൻ വേണ്ടി വന്നതിന് ശേഷം പിന്നെ നമ്മളിവിടെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ചട്ടി വെച്ചിട്ടാണ് ഇതിൻ്റെ പുറത്ത്. അപ്പോൾ അത് എടുത്തിട്ട് താഴെ സ്വന്തമായിട്ട് കുറച്ച് ചെമ്പരത്തിയുടെ പൂവൊക്കെ ഇടാൻ പറിച്ചിട്ടിട്ടോ കറി വെക്കാൻ പോവാണോ? കാണിച്ചെടുക്ക്. ചെമ്പരത്തി വെച്ചിട്ട് സ്പെഷ്യൽ കറി ആയിട്ടോ നമ്മുടെ ആണിക്കുട്ടിയുടെ. എന്താക്കും അറിയില്ല. എടുത്തിട്ടുള്ള മഞ്ഞൾ ഫുള്ള് നമ്മൾ ഒരു കലത്തിലേക്ക് നല്ല രീതിയിൽ നിറച്ച് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കലം നിറച്ച് മഞ്ഞളാണേ. ആക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം അത്യാവശ്യം വേണ്ട അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും വെള്ളം മതി. നമുക്ക് നന്നായിട്ട് തീയത്തിട്ട് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മളിതാ 3 സൈഡിൽ നന്നായിട്ട് വിറക് വെച്ചിരുന്ന നല്ല രീതിയിൽ തീ കത്തുന്നുണ്ട് കേട്ടോ. നിറച്ച് മഞ്ഞളും വെച്ച് നമ്മളിതാ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാതെ കത്തുന്നുണ്ട്. അതേപോലെ മേളിലേക്ക് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു ആവിയിൽ പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ തടഞ്ഞു നിന്നാൽ ഈ ഒരു മേൽഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു സൂത്രാട്ടത് നമ്മുടെ ചണച്ചാക്ക് ഉണ്ടല്ലോ, നൂൽച്ചാക്കെന്നൊക്കെ പറയാം. ഈ ഒരു ചണച്ചാക്ക് നമ്മൾ നന്നായിട്ട് നനച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നനച്ച് ചണച്ചാക്കുക ഇത് മേളിൽ വെച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് മൂടി കൊടുക്കുക. നന്നായിട്ട് നനച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാവട്ടെ. അപ്പോൾ തീ നല്ല രീതിയിൽ കത്തുന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ നമ്മുടെ ചാക്ക് കത്തിക്കയറാതെ നോക്കണം. നമ്മുടെ ആമിക്കുട്ടിയാണെങ്കിൽ ഇവിടെ ഭയങ്കര കുക്കിങ്ങിലാട്ടോ. പാത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും. അതിനകത്ത് ദോശക്കല്ലിലാട്ടോ പരിപാടി ഫുള്ള്. അപ്പൊ വിറകുകളൊക്കെ നമ്മൾ പല സൈഡിൽ നിന്ന് വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് കൂടാതെ പല ടൈപ്പ് വിറകുകൾ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ എടുത്ത വിറക് എന്ന് പറയുമ്പോൾ അത് മാത്രം ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താണത് ഫുള്ളായിട്ട് വേവില്ല. അതുകൊണ്ട് പല ടൈപ്പ് വിറക് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മഞ്ഞൾ നന്നായിട്ട് വേവാൻ വേണ്ടി ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും. അതുകൊണ്ട് നമ്മളിതാ വലിയൊരു മുട്ടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം നന്നായിട്ട് തീ കത്തിയിട്ട് വേവുന്നത്. അപ്പോൾ വിറക് ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ നല്ല മുട്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടിയൊക്കെ നന്നായിട്ട് കത്തി കയറി തീരുമ്പത്തേക്കൊക്കെ എന്തായാലും നന്നായിട്ട് വേവുമായിരിക്കും. നമ്മുടെ മഞ്ഞൾ ഇപ്പം നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വിറകിട്ട് നല്ല രീതിയിൽ കത്തിച്ചിട്ടുണ്ട്. ഇത് ആ മേടുകൾ നല്ല രീതിയിൽ ആവി പോകുമ്പോൾ അറിയാം എത്രത്തോളം. ഇതിൽ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ നോക്കിയപ്പോൾ ഒരു 3/4 ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞത് ഒന്നുകൂടി നോക്കി നോക്കാം. ഇതിന്റെ മേളിൽ നമ്മളൊരു ചണച്ചാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചണച്ചാക്കിന്റെ കളറൊക്കെ നോക്കി ഫുള്ള് മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മഞ്ഞളുമായിട്ട് നന്നായിട്ട് ഇങ്ങനെ മുട്ടി നിന്ന് ആ ഒരു ഭാഗമൊക്കെ. ചണച്ചാക്കൊക്കെ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ടുണ്ട്. ചാക്ക് ആയിട്ടൊക്കെ മാറ്റാം. ചാക്കൊക്കെ ചുറ്റും പൊള്ളുന്ന ചൂടായിട്ടുണ്ടേ. നമ്മള് വേവിക്കാൻ വേണ്ടി വെച്ച സമയത്ത് നല്ല ഹാർഡായിരുന്നു. അപ്പൊ നമുക്ക് തൂക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ. പെട്ടെന്ന് അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി മാറിയിട്ടുണ്ട്. എന്നാൽ വെന്ത് അടിഞ്ഞിട്ടുള്ള എന്നാൽ പാകത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിലായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം എന്തെങ്കിലും കുറച്ച് അടിയിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് ഊറ്റി സെറ്റാക്കി എടുക്കാം. ഇതായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അത് വേവി അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. മഞ്ഞൾ ഈ ഒരു കൊട്ടയിലേക്ക് മാറ്റാൻ പോകണം. അപ്പോൾ അത് വെള്ളമൊക്കെ ഫുള്ളായിട്ട് പോകാൻ പറ്റും. ആവി നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. കാരണം ചൂടോട് കൂടി തന്നെയാണ് നമ്മളിപ്പോൾ കൂട്ടുന്നത്.
നല്ല രീതിയിൽ ആവി പറന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആവി വരുന്നുണ്ടോ നീ? നമ്മുടെ മഞ്ഞളൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസിൽ വരുന്നുണ്ട് കേട്ടോ. ആവി വരുന്നതിൻ്റെ കൂടെ തന്നെ മഞ്ഞളുടെ ആ ഒരു നന്നായി മഞ്ഞളൊക്കെ ഇങ്ങനെ വേവുന്ന ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ തന്നെ ഈ ആവി കൂടെ വരുന്നുണ്ട്. അപ്പോൾ നോക്കി ആവി കൊണ്ടിട്ട് എൻ്റെ മുഖം ഫുള്ളായിട്ട് വേർത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഈ ഒരു പരിസരം മൊത്തം ഇപ്പോൾ മഞ്ഞൾ പുഴുങ്ങിയൊരു ഒരു സ്മെല്ലായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. പിന്നെ ഈ ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിനി നോക്കാം. നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് നമ്മൾ ചൂടൊക്കെ ആറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മേളിൽ കയറ്റിയിരുന്നു. അപ്പോൾ എല്ലാം കൂടി പുഴുങ്ങിയപ്പോൾ നമുക്ക് ഒരു കൊട്ട മഞ്ഞളാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു കൊട്ടയും പിന്നെ നമ്മൾ ഒരു ബക്കറ്റും ഉണ്ടല്ലോ പുഴുങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ബക്കറ്റിൽ ഉള്ളത് എല്ലാം പാടെ ചേർന്നിട്ട് ഒരു കൊട്ടയായി മാറിയിട്ട് നമുക്ക് എന്തായാലും എടുത്ത് മേളിൽ കയറ്റാം. അത്യാവശ്യം നല്ല വെയിറ്റ് കിട്ടോ നമ്മുടെ മഞ്ഞൾ. നമുക്ക് പതുക്കെ ഇതുകൊണ്ട് ടെറസിൻ്റെ മേളിലേക്ക് കയറാം കേട്ടോ. ഷീറ്റ് സമയം എന്തായാലും നമ്മൾ ഒരു വിധത്തിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് നമ്മുടെ മഞ്ഞൾ പുഴുങ്ങിയത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചിടാം. വലിയ ചപ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് നമ്മൾ കുറേ ആയില്ല ഇപ്പോൾ ടെറസിൻ്റെ മേളിലിട്ടിട്ട് എന്തെങ്കിലും ഉണക്കിയില്ല. അപ്പോൾ എന്തായാലും പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ. മാത്രമല്ല മഞ്ഞളല്ലേ നമ്മൾ കറിയിലൊക്കെ ഇടുകയാണ്. അപ്പോൾ എന്തായാലും ചൂലും കൂടി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചിടാം. പിന്നെ നമ്മൾ ഡയറക്റ്റ് ഇവിടെ അല്ലാട്ട് ഇടുന്നത് ഇങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ആദ്യം അടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മഞ്ഞൾ ഉണക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം മതിയുള്ളൂ. കാരണം ഒരുപാടൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ എന്തായാലും വന്ന അവസ്ഥയ്ക്ക് മൊത്തത്തിലൊന്ന് അടിച്ചു വരാം. കാരണം ഇടയ്ക്കിടയ്ക്ക് കിട്ടിയൊരു മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് മേളിൽ കൂടെ കുറച്ച് പൊടി ഇട്ടിട്ടോ. അതായത് ഇങ്ങനെ മൊത്തത്തിലല്ല പൊടി ഉള്ളത്, സൈഡിൽ കൂടി ആയിട്ടോ. എന്നാലും അതൊന്ന് അടിച്ച് സെറ്റാക്കി ഇടുകയും ചെയ്യാം. നമുക്ക് നമ്മൾ ടെറസിൻ്റെ മേളിൽ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 3-4 വെയിൽ കിട്ടുമ്പോഴത്തേനും നന്നായിട്ട് നമ്മുടെ മഞ്ഞൾ ആവും കേട്ടോ. കാരണം ഇവിടെ ഡയറക്റ്റ് ഇങ്ങനെ സൺലൈറ്റ് കിട്ടുവാണ്. കാരണം ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കാണ്. നമ്മൾ മുറ്റത്തേക്ക് ഇട്ട് ഉണക്കാറുണ്ട്. നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുറ്റത്തിട്ട് ഉണക്കാറുണ്ട്. പക്ഷേ അവിടത്തേക്കാളും നല്ലൊരു ചൂട് ഇവിടെ കിട്ടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കാവും. വെള്ളമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ട് തന്നെ നമുക്ക് അടിക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോരും. കാരണം പൊടിയായി നിൽക്കുന്നുണ്ട്. കുറേ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊടിയും പിന്നെ ഒരു മഴ പെയ്തിട്ട് ഒരു സൈഡിൽ കൂടെ ഒക്കെ ചെറിയൊരു പയലുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉണങ്ങി പൊടി പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടോ കൂടുതലുള്ളത്. ഇപ്പോൾ നമ്മളവിടെ ഫ്രഷിന് മേളിൽ കയറിയിട്ട് ഇപ്പോൾ കുറേ ആയിട്ടോ. എന്തെങ്കിലും ഉണക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ കയറാറുള്ളത്. അപ്പോൾ അന്ന് ലാസ്റ്റ് നമ്മളിവിടെ പുളിയോ കൊടുമ്പുളിയോ അതോ കുരുമുളക് ഉണ്ടോ അത് ഉണക്കിയിട്ട് പോയത്. അത് ഉണക്കി ഇവിടെ ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് പോയതാട്ടോ. ഇപ്പോഴാണ് കയറുന്നത്. നമ്മളിതാ ഫുള്ളായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചൂട് ഇടാക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെയിൽ കുറച്ചൊന്നും താന്നിട്ടാണ്. കാരണം ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷമാണ് നമ്മൾ ടെറസിൻ്റെ മേളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ വെയിൽ കുറച്ച് താന്നുകൊണ്ട് എന്താ പറയുക, ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. പിന്നെ നല്ല കോടയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നന്നടിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ പല മലയുടെ മേളിൽ കൂടെയുള്ള ആ ഒരു കോട വരെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ആ പറമ്പിലേക്കൊക്കെ നോക്കുമ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ ഫുള്ള് നമ്മൾ ഏലൊക്കെ ഇപ്പോൾ വെച്ച് കൊടുത്തേക്കാണല്ലോ. അവിടെ സ്പ്രിംഗ്ലറുകൾ അടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് അടിക്കാത്തത്, എവിടെയാണ് സ്പ്രിംഗ്ലർ കറങ്ങാത്തത് എല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒരു ഡ്രോൺ പോണ ഒരു എഫക്റ്റിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ വാഴത്തോട്ടായാലും മൊത്തത്തിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് നേരം വന്നിരിക്കാനൊക്കെ ആയിരുന്നു നല്ലൊരു അടിപൊളി വൈബ് തന്നെ കേട്ടോ. പിന്നെ വൈകുന്നേരം ടൈം ആയിക്കഴിഞ്ഞാൽ പറയണ്ടല്ലോ, നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അറിയുണ്ടാവും കിളികളുടെ സൗണ്ടായിട്ടും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക വൈൽഡ് അനിമൽസിൻ്റെയൊക്കെ സൗണ്ടൊക്കെ നമുക്ക് ഒത്തിരി കേൾക്കാൻ പറ്റും കേട്ടോ. വൈൽഡ് അനിമൽസിന് ഞാൻ ഉദ്ദേശിച്ചത് കൂടുതൽ വൈൽഡ് ബേർഡ്സ് ആട്ടോ. അതായത് നമ്മുടെ ചെറിയ ചെറിയ കിളികളായാലും പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് വരുന്ന ഒരാളുണ്ടല്ലോ നമ്മുടെ ചീവീട്, ആളുടെയൊക്കെ സൗണ്ട് നന്നായിട്ട് കരകരാകാൻ നന്നായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ തണുത്ത കാറ്റും ഒക്കെ പാടായിട്ട് മൊത്തത്തിൽ നല്ലൊരു അടിപൊളിയായിട്ടോ.
ഇത്രയും ഭാഗം ഫുള്ളായിട്ട് തന്നെ ആ ഒരു മേൽഭാഗം വരെ ഫുള്ള് ഏലം കേട്ടോ. അതൊക്കെ നമ്മൾ ഈ അടുത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ഏലാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഫുള്ള് വാഴ കേട്ടോ. തൊട്ട് താഴെയായിട്ട് ഫുള്ള് ഏത്തവാഴ. അപ്പോൾ ഏകദേശം എല്ലാ തല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കൂടി പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഏലത്തിൻ്റെ വാഴകളുടെ ഇടയിലായിട്ട് നല്ല രീതിയിൽ നമ്മൾ കാപ്പിയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ആണെന്ന് തന്നെ പറയാം. അത് കൂടാതെ നമുക്ക് ഇതാ സൈഡിൽ കൂടെ മലകളായിട്ടും മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസും കൂടി ആട്ടോ ഇവിടെ. അത് മാത്രമല്ല കേട്ടോ, ഇതാ ഇവിടെ ഒരാൾ നല്ല അടിപൊളിയായിട്ട് നോക്കി ഒരുപാട് ഹൈറ്റിലങ്ങ് നമ്മുടെ ആ ഒരു കവുങ്ങിൻ്റെ മണ്ട വരെ അങ്ങ് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി പോയാൽ മണ്ടയിലെത്തിയിട്ട് പക്ഷേ കാര്യമില്ല കേട്ടോ. കാരണം അവന് മണ്ട പോയ കവുങ്ങിലാട്ടോ അത് കയറി പടർന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കൃഷിയുടെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പതുക്കെ മേളിലേക്ക് നോക്കി നല്ല അടിപൊളി കാഴ്ചയായിട്ട് നമ്മുടെ ആകാശമൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് കിടക്കുന്നത്. അത് 2-3 കളറിലൊക്കെ വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ സ്പ്രിംഗ്ലർ കറങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെറിയ സ്പ്രിംഗ്ലർ നല്ല രീതിയിൽ കറങ്ങുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പം എത്രത്തോളം നമുക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. എനിക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ നിന്ന് നോക്കുന്നതിനേക്കാൾ നല്ല വ്യക്തമായിട്ട് നല്ല അടിപൊളി വ്യൂ തന്നെ കേട്ടോ ഇവിടുന്ന് കയറുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളിനി ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്പ്രിംഗ്ലറുകളൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം എന്തായാലും നമ്മളിവിടെ നല്ല രീതിയിൽ ഒന്ന് അടിച്ച് സെറ്റാക്കി ഇട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടേക്ക് ഞാൻ ഈ ഒരു ഷീറ്റ് ഇരിച്ചു കൊടുക്കുവാണേ. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മഞ്ഞളൊക്കെ. കുറച്ച് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. ഒരുപാട് തിക്കായിട്ട് കിടക്കണൊക്കെ ഒന്ന് വിട്ടിടാം. ഒരുപാട് ഇങ്ങനെ തിക്കായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ പാടായിരിക്കും. കൊണ്ടുവന്നതാ അത്യാവശ്യം നമുക്കിതാ ഈ ഒരു ഷീറ്റിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഉണക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള മഞ്ഞൾ നല്ല രീതിയിൽ ഈ ഒരു ഷീറ്റിൽ വിരിച്ചിട്ടിട്ടോ. ഒരുപാട് തിക്കായിട്ട് നല്ല ഈ ഒരു ഷീറ്റിൽ നമ്മുടെ ആ ഒരു സൈസിൽ കൊള്ളാൻ പാതിൽ നന്നായിട്ട് കുറച്ച് വിട്ട് അടുപ്പിട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ പുഴുങ്ങാൻ വേണ്ടി എടുത്തൊരു ടൈമിൽ ഒരു ബക്കറ്റ് കൂടി ഉണ്ടായിരുന്നില്ല അധികം. പുഴുങ്ങി വന്നപ്പോൾ ഒരു ബക്കറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങുമ്പോൾ എത്രത്തോളം കുറയുന്നതെന്ന് പറയുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പം ഒരു 3-4 വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ഉണങ്ങ് കേട്ടെ പിടിക്കാൻ പാകത്തിന്. പക്ഷേ നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ നിന്ന് നൈസായിട്ട് പൗഡറാക്കി എടുക്കാം. അപ്പോൾ മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ കറിക്കൂട്ടുകൾ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് ഡെയിലി നമുക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ മഞ്ഞപ്പൊടി എടുക്കാതിരിക്കും. അതുകൊണ്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇതല്ലാതെ നമുക്ക് അല്ലാതെയും കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് മഞ്ഞപ്പൊടി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് നല്ല നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ശുദ്ധമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള തന്നെയാണല്ലോ. അപ്പോൾ അത് നമുക്കിത് എന്തായാലും ഇനി നന്നായിട്ട് ഉണങ്ങിയ ശേഷം പൊടിച്ചെടുക്കപ്പെടുന്നത് അതൊക്കെ നമുക്ക് വരുന്ന ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോത്തിലേക്കുള്ള അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നതിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.